സൗത്ത് പോർട്ട് ആഞ്ചി തിയേറ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന 4ാമത് സംഗീത നാടക നൃത്തശില്പം ഡേവിസ് ആൻഡ് ബീന അറ്റ് 25. പിള്ളേരെ വേഗം റെഡിയാവ്, പാർട്ടിക്ക് പോണ്ടേ? പാർട്ടിയോ? എന്നെ ഏത് പാർട്ടി? അത് ശരി, മറന്നുപോയോ? ഇന്നല്ലേ നമ്മുടെ ഡേവിസ് അങ്കിളുടെയും ബീനാൻറ്റിയുടെയും സിൽവർ വെഡിങ് ആനിവേഴ്സറി പാർട്ടി. Silver? Does that mean 25 years ago? Wow! Did they meet in India? When did they come to England? And were Dylan and Joshua born here? വെയിറ്റ് എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് ചോദിക്കില്ലേ, എല്ലാം പറഞ്ഞു തരാം. ഫസ്റ്റ് വി നീഡ് ടു ട്രാവൽ ബാക്ക് ടു 1999. ഇതെന്താ സംഭവം? ഇതിൻ്റെ പേരാണ് ഫ്ലാഷ് ബാക്ക്. ആയിരത്തി 1999 ജൂൺ മാസം മസ്കറ്റിൽ നഴ്സായ ബീന അവധിക്ക് നാട്ടിൽ വരുന്നു. ഉദ്ദേശം മറ്റൊന്നുമല്ല, നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം. ആലോചനകൾ പലതും വരുന്നു. ബീനാമ്മ ആകാംക്ഷയോടെ തൻ്റെ ഭാവി വരനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. അങ്ങനെയിരിക്കെ സുന്ദരനും സുശീലനുമായ ഡേവിസ് എന്നൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ബീനയെ പെണ്ണു കാണാൻ വന്നു. കണ്ട മാത്രയിൽ തന്നെ ഡേവിസിന്റെ മനസ്സ് മന്ത്രിച്ചു. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. പെണ്ണിനും ചെക്കനും പരസ്പരം ബോധിച്ച സ്ഥിതിക്ക് ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചാലോ? വിവാഹ അറിയിപ്പ്. നീലേശ്വരം കരേറ്റ മാതാവ് ഇടവകയിൽ കുനുക്കുടി കുര്യാക്കോസ് ഏലിയ ദമ്പതികളുടെ മകൻ ഡേവിസും കൊറ്റമം സെന്റ് ആന്റണീസ് ഇടവക ഞാലിയേൽ ജോർജ് ത്രേസ്യ ദമ്പതികളുടെ മകൾ ബീനയും തമ്മിലുള്ള വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു. അങ്ങനെ തൻ്റെ പ്രിയതമനെ സ്വപ്നം കണ്ട് മായാലോകത്തിരിക്കുന്ന ബീനയെ നോക്കി അയലോകത്തെ ആമിനത്താത്തയും കൂട്ടരും പാടി. കത്തൂരി തൈലമിട്ട് മൂടി മിനുക്കി, മുത്തോട് മുത്തു വച്ച വളകിലുക്കി, കയ്യിൽ മുത്തോട് മുത്തു വച്ച വളകിലുക്കി, മന്ദാര കുളങ്ങരെ കുളിത്തൊരുക്കി, മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മാറുമുള്ള മിടുക്കി പെണ്ണ്. അങ്ങനെ ആ സുദിനം വന്നെത്തി. 1999 ജൂലൈ മാസം 14-ാം തീയതി ആ മഹാസംഭവം നടന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻപുറി അണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻപുറി അണിയുന്നു. ദാമ്പത്യത്തിൻ വെള്ളിത്തേരിൽ പുത്തൻ മണവാട്ടി, സ്വപ്നം പോലെ മുന്നേറി മണവാളനൊപ്പം
ആയിരം കിനാക്കളോടെ ആയിരം പ്രതീക്ഷയോടെ ജീവിതം പ്രകാശമാക്കുവിൻ. ആയിരം കിനാക്കളോടെ ആയിരം പ്രതീക്ഷയോടെ ജീവിതം പ്രകാശമാക്കുവിൻ. കല്യാണം കഴിഞ്ഞ് പുതുമോടി മാറും മുമ്പേ ബീനയുടെ ലീവ് തീർന്ന് തിരിച്ച് മസ്കറ്റിന് പോയി. പിന്നെ വിരഹത്തിൻ്റെ കുറച്ചു നാളുകൾ. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയേ പ്രാണനിലുണരും ഗാനം. അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോരഴകി നിറമീയിൽ ഹിമകണമായി അലിയുകയാണീ വിരഹം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം. കാത്തുകാത്തിരുന്ന് മസ്കറ്റിൽ പോകാനായി ഡേവിസിന് വിസിറ്റിംഗ് വിസ റെഡിയായി. ഹർഷപുളകിതനായ ഡേവിസ് ജീവിതത്തിൽ ആദ്യം കിട്ടിയ വിസ പൊന്നുപോലെ സൂക്ഷിച്ച് ആദ്യം കിട്ടിയ ഫ്ലൈറ്റിൽ കയറി പ്രിയതമയെ കാണാനായി മസ്കറ്റിലെത്തി. is closing doors in 1 minute. Ticket and cover passengers must be on board at this time at gate B49. Attention on the concourse. United Flight 1017 to Calgary. अस्सलामु अलैकुम. ഭാരത് മാതാ കി ജയ്. शुहादा दमास्करा. കർത്താവേ, പാമ്പിനെയാണോ ചവിട്ടിയത്? जीप पासपोर्ट. जीप वीसा. പിന്നൊരു കാര്യം, ആര് ചോദിച്ചാലും വിസ കൊടുക്കല്ലോ കേട്ടോ. അത് പോയാൽ പിന്നെ ഇങ്ങോട്ട് കയറ്റില്ല. വിസ നോ 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 വിസ നോ വിസ. والله حبيبي اريد فيزا داخل الجمارات. شو هذا؟ നോ വിസ നഹി നഹി. इंदा हिंदी वला मलबारी. वीसा किधर है? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൻ. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൻ. സാർ സാർ വിസ വിസ മൈ വിസ വിസ. माशाअल्लाह वीसा दाखिल पास हो रहा कोई हरामी रोबल्ला इंद मुख माफी. അങ്ങനെ ഒരു പ്രകാരത്തിൽ രക്ഷപ്പെട്ട് ഡേവിസ് എയർപോർട്ടിന് പുറത്ത് കാത്തു നിന്ന് ബീനയുടെ അടുത്തെത്തി. വീണ്ടും സന്തോഷത്തിൻ്റെ നാളുകൾ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. 2002 ജനുവരി 30 അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സന്തോഷം പകർന്നുകൊണ്ട് അവരുടെ ആദ്യത്തെ കുഞ്ഞു പിറന്നു. ദിനിൽ എന്ന് അവർ ആ മിടുക്കിന് പേരിട്ടു. ജീവിതം അങ്ങനെ മുന്നോട്ട്. അടുത്ത പ്രവാസ ജീവിതത്തിനായി ബീന UK-യിലേക്ക് പറന്നു. ഓംസ്കിർക്ക് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഫെബ്രുവരി 2007 ബീന വന്നു ചേർന്നു. ഇതെവിടെയാ ഓംസ്കിർക്കിൽ കുലുക്കി സർബത്ത് കട? കുലുക്കി സർബത്ത് കടയല്ലത്. ഫെബ്രുവരി അല്ലേ, ഒടുക്കത്തെ തണുപ്പ. ബീനയുടെ പല്ല് കൂട്ടിയിടിച്ച് വെച്ചേ. പിന്നെ അധികം താമസിക്കാതെ ഡിസംബറിൽ ഡേവിസ് ഇന്ത്യനിലും എത്തിച്ചേർന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവർ UK-യിലെ ജീവിതം പടുത്തുയർത്തി. അവരുടെ സന്തോഷം പൂർണ്ണമാക്കാനായിട്ട് 24 ജൂലൈ 2012 ജോഷുവ എന്നൊരു മുത്ത്
അവർക്ക് പിറന്നു. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ നികത്താനാവാത്ത കുറച്ച് നഷ്ടങ്ങളുമുണ്ടായി. ജോഷുവ ഉണ്ടാകുന്നതിന് മുമ്പ് 4 മിസ്കാരിയേജ്, കഴിഞ്ഞ വർഷം ബീനാമ്മയുടെ അമ്മയുടെ വേർപാട്, ഇവയൊക്കെ സങ്കടകരമാണ്. എന്നാലും ദൈവം തന്ന എല്ലാ നന്മകളെയും ഓർത്ത് അവർ സന്തോഷമായി മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് മുന്നേറുന്നു. കണ്ണുകൾക്ക് പൊൻകണി, കാതുകൾക്ക് തേൻമൊഴി, വെണ്ണിലാവ് നൽകിയതാണീ സമ്മാനം. ഓ ചന്ദ്രലേഖ പൂത്തുലഞ്ഞൊരു പൊൻവീട്, ഓണവില്ലിൻ തമ്പുരു നീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കളി വിടരും വീടാണീ വീട്. So today is an important day in their life. Let us wish them all the best. Happy silver wedding anniversary! തേനിൽ കുഴയും നൂറിഴകളെ നാദം ഉണരും കാലം, നാദം ഉണരും പുള്ളിനകളിൽ രാഗം വളരും കാലം. തേനിൽ കുഴയും നൂറിഴകളെ നാദം ഉണരും കാലം, നാദം ഉണരും പുള്ളിനകളിൽ രാഗം വളരും കാലം. മിഥുനങ്ങളെ നിറയട്ടെ മധുരിമയാലെ, ഇനിയുള്ള രാവുകളെല്ലാം നിങ്ങളുടെ ബന്ധം മാതൃകയാകാൻ മംഗളമരുളുന്നു. ആശംസ പുഷ്പങ്ങൾ